ഓം വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 55. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരർധി പരമസ്പഷ്ട സ്തുഷ്ട പുഷ്ട ശുഭേക്ഷണ. ഹരി ഓം. 384 നാമം. വ്യവസായ അവസായതി എന്നാൽ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുക എന്നാണ്. വ്യവസായ വളരെ വിശേഷപ്പെട്ട ചൈതന്യമായി നമ്മുടെ ഉള്ളിൽ സച്ചിദാനന്ദ സ്വരൂപനായി നിലനിൽക്കുന്ന, നമുക്ക് ആ ചൈതന്യത്തെ തരുന്ന ജീവാത്മാവ് എന്ന് അർത്ഥം. അതാണ് വ്യവസായ. ഈ ഒരു സച്ചിദാനന്ദ സ്വരൂപനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധന ചെയ്യുന്ന ആ ഒരു ലക്ഷ്യബോധം ഉറപ്പിച്ച ബുദ്ധിയെ ഭഗവാൻ വിളിച്ചത് വ്യവസായാത്മിക ബുദ്ധി എന്നാണ്. തൻ്റെ ഉള്ളിലെ ആ ഈശ്വരനെ കണ്ടെത്തലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയണം. അതാണ് ഒരുവന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞാൽ അത് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. 385 നാമം വ്യവസ്ഥാന. ഈ പ്രപഞ്ചത്തിലെ സർവത്തിൻ്റെയും ഒരു വ്യവസ്ഥിതി അത് ഏതൊരു ഭഗവാനാലാണോ നടത്തപ്പെടുന്നത് ആ ഭഗവാൻ വ്യവസ്ഥാന. ഇവിടെ ഓരോരുത്തരുടെയും ഗുണങ്ങൾക്കും കർമ്മത്തിനും അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇങ്ങനെ വർണ്ണങ്ങളായിട്ട് അവരെ തരംതിരിച്ചതും ആരാണ്? ഭഗവാനാണ്. അപ്പം വർണ്ണാശ്രമ വ്യവസ്ഥയും കൊണ്ടുവന്നത് ഭഗവാനാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഈ 4 അവസ്ഥയിലൂടെയും ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് എന്ന് വ്യവസ്ഥ ചെയ്തത് ഭഗവാനാണ്. എന്നാൽ എന്നു മുതൽ നമുക്ക് ഈ അറിവുകൾ നഷ്ടപ്പെട്ടുവോ അന്ന് മുതൽ തികച്ചും ഭൗതികമായ സൗകര്യങ്ങൾ നേടുകയാണ് ജീവിത ലക്ഷ്യമെന്ന് ചിന്തിച്ച മനുഷ്യൻ അവസാനം ഒന്നുമല്ലാതായിത്തീരുന്നു. എന്തിനു വേണ്ടിയാണ് താൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും സ്വയം തിരിച്ചറിയാതെ ആകെ നിരാശനായിട്ട് ജീവിതാവസാനം തള്ളി നീക്കേണ്ടി വരുന്ന ആ ഒരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഇവിടെയും കാണാം. അതിൻ്റെ കാരണം ഭഗവാനായിട്ടുണ്ടാക്കിയ വ്യവസ്ഥയെ തെറ്റിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാനാണ് ഭഗവാൻ ശാസ്താവായിട്ട് നമുക്കോരോ ശാസ്ത്രങ്ങൾ തന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ശാസ്ത്ര പഠനം ആവശ്യമാണെന്ന ചിന്ത പോലും പലർക്കുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്ര പഠനത്തിലൂടെ ഭഗവാൻ എന്തൊക്കെയാണോ നമുക്ക് ഈ ലോക ജീവിതത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ അറിയുകയും വേണം, അത് ജീവിതത്തിൽ പകർത്തുകയും വേണം. കാരണം ഭഗവാനാണ് ഇതൊക്കെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതാണ് വ്യവസ്ഥാന. 386 നാമം സംസ്ഥാന. സംസ്ഥിതി, അതായത് സമ്യക്കായിട്ടുള്ള നല്ല രീതിയിലുള്ള സ്ഥിതി, അവിടെ നിലയം കൊള്ളുക. ഈ ലോകങ്ങൾ പ്രളയരൂപത്തിൽ ഭഗവാനിൽ ചെന്ന് ചേർന്ന് സംസ്ഥിതി, അവിടെ ചെന്നിരിക്കൽ അവിടെ സംഭവിക്കുന്നു. ഭഗവാനിലേക്ക് ചെന്ന് ചേരുക എന്ന സ്ഥിതിയെ പ്രാപിക്കുന്നു. അവിടെ അങ്ങനെ കുറെ നാൾ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ ആരിലാണോ പോയി സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാൻ സംസ്ഥാന, എല്ലാറ്റിനെയും തന്നിൽ സ്ഥിതി ചെയ്യിക്കുന്നവൻ എന്നർത്ഥം. 387 നാമം സ്ഥാനത. സ്ഥാനത്തെ, വിശേഷപ്പെട്ട സ്ഥാനത്തെ കൊടുക്കുന്നവൻ. ധ്രുവൻ എന്ന 5 വയസ്സ് പ്രായമുള്ള ബാലൻ അല്ലെ, ധ്രുവന്റെ കഥകളൊക്കെ അറിയാലോ. തൻ്റെ അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാൻ പോലും അർഹതയില്ലാതെ സമ്മതിക്കാത്തതിനാൽ വിഷമിച്ച് ഭഗവാനെ തപസ് ചെയ്തു ചെറിയ പ്രായത്തിൽ. ആ ഒരു കഥ ഭാഗവതത്തിൽ കാണാം. അങ്ങനെ തപസ് ചെയ്ത ധ്രുവന് വളരെ കാലം രാജ്യം ഭരിച്ച് പിന്നീട് ഭഗവാന്റെ തൊട്ടടുത്തെന്ന പോലെ ആ ഒരു നിലയിൽ ഒരു സ്ഥാനം കൊടുത്തു ഭഗവാൻ, അനുഗ്രഹിച്ചു. അതാണ് ധ്രുവ നക്ഷത്രമായിട്ട് പിന്നീട് ധ്രുവൻ അറിയപ്പെട്ടത്. ഇതേപോലെ മഹാബലിക്ക് ഒന്നും നോക്കാതെ തന്നെ ഭഗവാന് സമർപ്പിച്ച മഹാബലിയെ അനുഗ്രഹിച്ചു. ഇപ്പോൾ സുതലത്തിലിരിക്കുന്നു, എന്നാൽ ഇനി വരാൻ പോകുന്ന മന്വന്തരത്തിൽ ഇന്ദ്രനായിട്ട് ഇരിക്കാൻ ആ ഒരു സ്ഥാനം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നു. ഇതേപോലെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് വലിയ സ്ഥാനങ്ങളെ കൊടുക്കുന്നവൻ, അതാണ് സ്ഥാനത. 388 നാമം ധ്രുവ. ഒരിക്കലും നാശമില്ലാതെ, ഇളക്കമില്ലാതെ സ്ഥിരമായി നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം എന്നർത്ഥത്തിൽ ധ്രുവ. 389 നാമം പരർദ്ധിഹി. പരഋദ്ധിഹി, അതാണ് പരർദ്ധിഹി.
വളരെയധികം വിഭൂതിയുള്ള ഭഗവാന്റെ വിശേഷപ്പെട്ട ഭൂതി എന്നാൽ വളരെ വിശിഷ്ടമായിട്ട് പ്രകാശിക്കുന്നവൻ എന്നാണ്. ഭഗവാന്റെ പല വിശിഷ്ടമായ രൂപങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എങ്ങും കാണുന്നത്. ഇത് വളരെ വിശദമായിട്ട് വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായ പ്രത്യേകതയുള്ള വിഭൂതികൾ എന്ന്. അങ്ങനെ തൻ്റെ വിഭൂതികളെ കൊണ്ട് സമൃദ്ധിയുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പരർദ്ധിഹി. 390 നാമം പരമസ്പഷ്ട. ഭഗവാനാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ആൾ, അല്ലെ? പക്ഷെ നമ്മൾ അറിയാൻ ശ്രമിക്കാത്തിടത്തോളം തികച്ചും അവ്യക്തമാണ് എന്ന് തോന്നിയാലും എന്ന് നമ്മൾ ആ ഭഗവാനിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നുവോ അപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നതിനാൽ പരമസ്പഷ്ട. 391 നാമം തുഷ്ട. ഭഗവാനെ സ്പഷ്ടമായിട്ട് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്, പരമാനന്ദ സ്വരൂപനാണ് എന്ന്, നിത്യസന്തുഷ്ടനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ അറിയുന്നവനും ഇതേപോലെ പരമതുഷ്ടനായിത്തീരും, സന്തുഷ്ടനായിത്തീരും. അതാണ് സ്വയം തുഷ്ടനായിട്ടിരിക്കുകയും തന്നെ സമീപിക്കുന്ന, തന്നിലേക്ക് ശ്രദ്ധ വെക്കുന്നവരിൽ ആ ഒരു തുഷ്ടിയെ ഉണ്ടാക്കുന്നവനും ഭഗവാൻ എന്ന അർത്ഥത്തിൽ തുഷ്ട. 392 നാമം പുഷ്ട. പൂർണ്ണതയുള്ളവൻ, ഒരു കുറവും പറയാനില്ലാത്തവൻ എന്നർത്ഥത്തിലാണ് പുഷ്ട. 393 നാമം ശുഭേക്ഷണ. ശുഭകരമായ ദർശനമുള്ളവൻ. ഭഗവാന്റെ ആ ഒരു കടാക്ഷം നമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ജീവിതം ശുഭകരമായി തീരുമെന്നാണ്. അങ്ങനെ ഭോഗത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഭോഗത്തെയും പാപികൾക്ക് പാപമോചനത്തെയും കൊടുക്കുന്നതും, അതുപോലെ തന്നെ ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിജ്ഞാസുകൾക്ക് സകല സംശയങ്ങളെയും തീർക്കുന്നവനും, അങ്ങനെ ആ ഒരു സംശയങ്ങളെല്ലാം തീർന്ന് ഉള്ളിൽ ആ ഒരു ജ്ഞാനം പ്രകാശിക്കുമ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥി പിളരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഹൃദയഗ്രന്ഥിയെ പിളർക്കുന്നതും സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നതും ഒക്കെ ഭഗവാനാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തൻ്റെ ഭക്തന്മാർക്ക് ശുഭത്തെ മാത്രം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശുഭേക്ഷണ. ഹരിയും.